ഒരു ഇമോട്ട് ഇട്ട് 100 പേര് കത്തിപ്പോയി. കത്തിപ്പോയല്ലേ? വെരി ഗുഡ്. ഞാനൊക്കെ ഒരു അണ്ണാ പിന്നെ അമ്പത്തൂര് വെളുക്കം പോലും പറഞ്ഞില്ല കേട്ടോ സ്ലോട്ട് പോയി അടിച്ച്. അമ്പത്തൂര് ഒരു വെളുക്കം പോലും പറഞ്ഞില്ല സ്ലോട്ട് അടിച്ച്. എന്താടാ അമ്പത്തൂര് വിടാതിരിക്കുന്ന അവൻ കയറുമ്പോഴൊന്നും മിണ്ടുന്നില്ല. ഇല്ല ഞാൻ ഈ വീക്ക് നീലിനെ സ്ലോട്ടിൽ ഇടുന്നത് ഞാൻ നിന്നെ മാറ്റിയിട്ടാണ്. അത് അമ്പത്തൂരിന്റെ അടുത്ത് പറച്ചില്ലായിട്ടിരിക്കാൻ പറ. അവന്റെ വാടത് തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇന്ന് എന്ത് ആവശ്യമായിരുന്നു കേട്ടില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു സിറ്റിസൺ ആയാലും നിന്നെ സിറ്റിസൺ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ നമ്മളൊരു ഗ്യാങ് സസ്പെൻഷൻ അങ്ങ് മേടിക്കും. എന്നിട്ട് ഈ സിറ്റിസൺ ആയിട്ട് കൊണ്ടുപോയില്ലേ അവന്മാരെ നമ്മളങ്ങ് പൊസക്കും എടുത്തിട്ട്, മനസ്സിലായോ? എന്നൊക്കെ നീ വിചാരിക്കും. പക്ഷെ നിന്നെ പോലെ ഒരു മൊണ്ണയ്ക്ക് വേണ്ടി എന്റെ ഗ്യാങ്സിലോട്ട് നശിപ്പിക്കണോ? ആ അമ്പത്തൂരിനല്ല, നിന്റെയാണ് ഞാൻ മാറ്റണേ. ജനത ഫുള്ളി. എടാ ഒരു ഇതാരാടാ ഇമോട്ട് ഇട്ടത്? எனக்கு நீ மலையாளத்திலே സംസാരിക്കാം, அதுதான் எனக்கு வேணும். എടാ അവൻ എന്തി അവനെ കൊണ്ടുവന്നോ? ഓ ഇതാണല്ലേ അവൻ. വെൽക്കം. എടാ നിനക്ക് തമിഴ് അറിയാവോ? മനസ്സിലാവും, സംസാരിക്കുമ്പോ കുറച്ച് പാടാണ്. ഓസിയില് നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, ഒന്നും കേക്കുന്നില്ല. ഓസിയില് നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, കേക്കാവോ? എടാ അത് ഇങ്ങോട്ട് വാ, കൊളീഷൻ ഉണ്ട് അവിടെ കൊളീഷൻ ഉണ്ട്, വാ. എടാ ഓസിയില് നിന്റെ സ്ഥലം എവിടെ ശരിക്കും? എന്റെ വർക്കലാണ്. നീ തുടക്കം വന്നപ്പോ നിന്റെ സ്ലാങ്ങില് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളുടെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ വന്നു കേട്ടാ. അത് എന്താ പേരിടല്ലോ? അതങ്ങ വേറെ സൈഡാണ്. അത് ലേറ്റ് എന്നാ ഇപ്പൊ മാറ്റിട്ട് വരുന്നേ. സൈലന്റ് ആയിട്ടിരിക്കുന്നേ പേടിയുണ്ടല്ലോ. വർക്കല എവിടാ? അവനെ പോയി തല്ലാനാ. വർക്കല എവിടെ ഉള്ളതാ നീ? അപ്പൊ പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. നീലിനാണ് പേര്. എല്ലാരും പരിചയപ്പെടുക, സമയം കിട്ടുമ്പോ പരിചയപ്പെടുക, ഇതാക്കുക. നീല വന്നേ, ഇങ്ങോട്ട് വന്നേ. നീ ഇരിക്കണ്ട, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ. ഇങ്ങോട്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാരും അത്യാവശ്യം ആൾക്കാരെയൊക്കെ നിനക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടുക, ഇന്ററാക്ട് ചെയ്യുക. നമ്മുടെ ഒരു കോ ലീഡറിന് വന്നിട്ടില്ല, പുള്ളിയുടെ സുന്നത്താണ്. രണ്ടാമത്തെ കോ ലീഡർ ഇവിടെ നിൽപ്പുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു വേറൊരു കോ ലീഡറുണ്ട്, ബാബു നമ്പൂതിരി. പുള്ളി വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ട്, ജോക്കി എന്നാണ് പേര്. ജോക്കി എന്ന് എത്തിയിട്ടില്ല. സാധാരണ എല്ലാ ദിവസവും വരുന്നതാണ്, ഇന്ന് പുള്ളി വന്നില്ല. അപ്പൊ പുള്ളി വരുമ്പോ പുള്ളിയെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടണം. പിന്നെ ഇവിടെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരാൾക്ക് പോലും റിലേഷൻഷിപ്പ് ഇല്ല ഈ കൂട്ടത്തില്. ഇവരെ ആരെയും ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ വിടത്തില്ല. പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കയറ്റാൻ പാടില്ല. ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണിനെ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഇവരെല്ലാം സിംഗിൾസ് ആണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ PvPയുടെ വിങ് സ്ട്രോങ് ആക്കുക. നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാനും ഇതാക്കാനും പോകരുത്. സിഗ്മ. അതാണ് നമ്മുടെ ടാർഗറ്റ് തന്നെ അതാണ്. അപ്പൊ നിനക്ക് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ നീലിനെ ക്ഷണിച്ചു കൊള്ളുന്നു. 2 വാക്ക് എല്ലായിടത്തും സംസാരിക്കേണ്ടതാണ്. ഹലോ. Nice, thank you so much.
ചെണ്ടി വാക്ക് അതെങ്ങനെ മന്ദാരായിട്ട് തള്ളക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ ആണല്ലേ നൈസ് 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 കീപ് ഇറ്റ് അപ്പ് അല്ല നിന്നെ വിളിക്കാത്ത ആരെങ്കിലും കമ്പ്യൂട്ടറിലുണ്ടോ അയ്യോ സത്യം എന്ന് പറഞ്ഞാൽ എടാ കണ്ണാപ്പി എടാ നമ്മള് ഇതുവരെ അടിച്ചിട്ടില്ലാത്ത അതായത് നമ്മൾ ഒരു വാർ പോലും ആവാത്ത ഗ്യാങ്ങിലെ ഒരു മെമ്പറിനോട് പോയി നിന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവൻ തൂറി എറിഞ്ഞ് മുഖത്തൊട്ടിക്കും അവർക്ക് പോലും നിന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ നീ ഇവിടെ ഇരുന്ന് വർത്താനം പറയരുത് അപ്പൊ പറഞ്ഞോ സംസാരിക്കേ എന്തായാലും ഒരു നിന്റെ ഒരു ജേണിയെ പറ്റിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിനക്ക്. സിറ്റി വരുന്നതും കേറുന്ന T47 വേറെ ആണ് വേറെ എവിടെയും കളിച്ചിട്ടില്ല. അപ്പൊ ഇവിടം വരെ എത്തിയത് അവര് കാരണമാണ്. പിന്നെ അതാണ് ജേണി. അവിടെ നിന്ന് തുടങ്ങിയാണ് ഇപ്പൊ ഇവിടെ എത്തി. വേറെ എവിടെ എങ്ങനെ കളിച്ചിട്ടില്ല. വേറെ കളിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ എത്ര നാളായിട്ട് T47 ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷമായുള്ളൂ. അപ്പൊ നീ ഇതിനകത്ത് വന്നിട്ട് 1.5 വർഷമായുള്ളൂ. T47 മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നല്ല ഹാപ്പി ആയിട്ടാണ് പറഞ്ഞിട്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പാപ്പൻ IQ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും അപ്പാപ്പനാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിൽ ചെയ്യണം. അപ്പാപ്പ പ്ലീസ്. ഫിസിക്കലായിട്ടൊന്ന് ഞാൻ ഗൈഡ് ചെയ്തതുള്ളൂ. നീ എണീറ്റ് വാ, ഇങ്ങി വാ, പന്തരം വാ. അല്ല ഇവന്റെ ഹലോ ആയിട്ടിരിക്കുന്നു. എല്ലാരും ഇവിടെ ഇരിക്കുന്ന എല്ലാരും അറിയാമോ? അവന്റെ ഫോൺ അടിച്ചു പോയി. മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിട്ടുള്ളത്? ഏത് ഗ്യാങ്ങിലുള്ളവരോട് അതവര് ഒരുമിച്ച് കളിച്ചപ്പോ വിളിച്ചത് തെറിയാണോ? അത് മറ്റേ ചോദ്യം ആരാണ് ഇഷ്ടം? നീലെ ഗ്യാങ് കയറുന്നതിന് മുന്നേ ഈ ഗ്യാങ്ങിന്റെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിനക്ക് ഈ ഗ്യാങ്ങില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? എല്ലാരും ഒരു വ്യക്തിയുടെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ബാക്കി എല്ലാവർക്കും ഇതിലും ഈ റിക്രൂട്ടിലും വാസ്തവന്റെ പേര് അവര് പറഞ്ഞില്ലേ? ഒരുമിച്ച് കളിച്ചു വന്നാലല്ലേ അവര് അങ്ങനെ കൊണ്ട് അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അതെ അതെ അതെ. നിനക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത വ്യക്തി ആരാ? അത് വെളിയിൽ നിന്ന് നോക്കുമ്പോ അതെ മലരനാഥ് തോന്നിട്ടുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല കണ്ണാപ്പി. അതിലൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല. വെളിയിൽ നോക്കുമ്പോഴേ പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് കണ്ണാപ്പി. വെളിയിൽ നോക്കുമ്പോ നീ ഒരു മൈനാണെങ്കിലും നിന്നെ റിയൽ ലൈഫിൽ അറിയാവുന്നവർക്ക് അറിയാം നീ ഒരു കുണ്ണയാണത്. അതെ. അടുത്ത ചോദ്യം ചോദിക്കാൻ
ഇനി വേണം ചോദ്യം. പിന്നെ ശരി നീല് ശരി ഇപ്പൊ നീ ടി വി കേറിയില്ലേ? അപ്പൊ നിനക്ക് ഇപ്പൊ ഒരു വാർ വരികയാണെന്ന് കരുതിക്കോ. അപ്പൊ നിനക്ക് അടുത്ത ഏത് ഗ്യാങ്ങിനെ അടിക്കണമെന്നായിരിക്കും ഇപ്പൊ ടി വി കയറിയതിനു ശേഷം നിനക്ക് ഉണ്ടാവുക മനസ്സിലാദ്യമേ? ഇങ്ങോട്ട് വരാനാണോ അടിക്കുക? അങ്ങനല്ല, നിനക്ക് അടിക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഇന്ന ഗ്യാങ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഗ്യാങ് ഏതാ? അങ്ങനെ ഇങ്ങനെ ഒപ്പോണൻസ് ആയിട്ട് ഇപ്പൊ ആരുമില്ലല്ലേ. നമ്മളെ പറഞ്ഞല്ലേ, നമ്മള് ഇങ്ങോട്ട് അടി വരുന്നിടത്തോളം കാലം ഇനി നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരിക്കും. അല്ലാതെ വേറെ എന്താ? വേറെ സ്നേഹിപ്പത്തിൽ ചോദിക്കണ്ടോ നിനക്ക്? നിനക്ക് ഇവനോടത്തിൽ ചോദിക്കണ്ടാ? ആ ഒരു ചോദ്യം ചോദില്ലേ? നീ കൊണ്ടുവന്നാണോ ചോദിക്കേ? അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല, എല്ലാരും അടിച്ചിട്ടുണ്ട്. വെറുപ്പിച്ച് എല്ലാരും അടിച്ചിരുന്നോ അവൻ ഓൾറെഡി? ഇനി വെറുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാം. എടാ മുച്ചിരി മുച്ചിരി എണ്ണീറ്റേടാ. മലയാളം പറയൂല മുച്ചിരി എണ്ണീറ്റ്. ഇതൊക്കെ ഐക്യു ടെസ്റ്റും ഇതെല്ലാം കഴിഞ്ഞു. ഇനി നീ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തവന്റെ. ഹായ് ബ്രോ. ഹലോ ഹലോ. എന്താടാ ഞാനെന്തും ഉണ്ടാനി? എന്തിനു കേട്ടില്ല? ഹലോ ഞാനെന്തും ഉണ്ടണ്ടേ? വാട്ട് ഐ സ്പീക്ക്. എടാ അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ നിന്നെ നമ്മൾ ഇവിടെ എടുത്തത് എന്തുകൊണ്ടാ? നിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടിട്ടല്ലേ മുച്ചിരി? അല്ലാതെ നിനക്ക് വെടിവെക്ക് അറിഞ്ഞിട്ടാണോ നിന്നെ ഇവിടെ എടുത്തേ? ആ അപ്പൊ നീ ഒരു കമ്മ്യൂണിക്കേഷൻ, നിന്റെ ഐക്യു, നിന്റെ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടല്ലേ നമ്മൾ എടുത്തത്? നമുക്ക് ഐക്യില്ല, അതാ പൊട്ടനാണ്ട് കിട്ടിയതാണ്. അങ്ങനല്ലടാ, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടടാ നിനക്ക്. അതാ ഞാൻ ചോദിച്ചത്. നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിനക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ നിന്റെ കമ്മ്യൂണിക്കേഷൻ, നീ അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേ? അത് നേരത്തെ പറഞ്ഞു. തിരുവനന്തപുരം. നീ കേരളത്തിലല്ലടാ മുച്ചിരി. അടുത്ത ചോദ്യം. അടുത്തതാണെങ്കിൽ നിനക്ക് വെടിവെക്ക അറിയോ? ഇല്ല. നമുക്ക് അങ്ങനെ മുണ്ടാൻ പറഞ്ഞ മുണ്ടാ അറിയില്ല എന്നാ, അതാ പ്രശ്നം. നിനക്ക് അല്ലാത്തപ്പോ 100 നാവാണല്ലോടാ നിനക്ക്. അവന്നെ ഏത് തന്നെ 100 നാവ്. നീ അവിടെ പോയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വെൽക്കം. അവിടെ ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു ടി വി. അപ്പൊ സിറ്റുവേഷൻസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിവിടെ ഇവന്മാരെല്ലാം ഉണ്ടാവും. പകലും രാത്രിയിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ഒരു ഫാമിലി പോലെ നമുക്ക് മുന്നോട്ട് പോവാം. വലിയൊരു ചോദ്യം മിസ്സായി പോയി. എന്താണ്? നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ടി വി? നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? ഹോണസ്റ്റ് ആയിട്ട് പറയണം. അത് നിനക്ക് ഇനി ഓസി ആയിട്ട് എന്തുമായിട്ട് വേണമെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറയണം. ടി വി എന്തുകൊണ്ട് ടി വി യൂസ് ചെയ്തു എന്നുള്ള ഇത് പറയണം. എല്ലാരും കേറുന്ന കയറിയത് അങ്ങനെ എല്ലാരും കേറുന്ന അങ്ങനെയല്ലോ. അല്ല അങ്ങനല്ല, നിനക്ക് വേറെ കാര്യം കയറിയാൽ മതിയല്ലോ. എന്തുകൊണ്ട് കയറണമെന്ന് തോന്നി? അതാണ് ചോദ്യം. അത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കേറി ടെസ്റ്റ് റോക്ക് ഉണ്ട്. പിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു കേറാൻ. അങ്ങനെ
ഓക്കെ ഞാൻ അതിനെ കൂടുതൽ ചോദിച്ച് കുഴപ്പിക്കുന്നില്ല. പണ്ട് ഇഷ്ടമായിരുന്നു. അല്ലല്ല അപ്പൊ ഈ സെനാറിയല്ല അത് പറഞ്ഞാൽ അത് വേറെ വേറെ പ്രശ്നങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്. അത് വേണ്ട. കണ്ണാപ്പി നിനക്കെന്തെങ്കിലും ചോദിക്കണ്ടോ അതിനോട്? ഇനി എന്ത് ചോദിക്കാനാ? പുതിയൊരു മെമ്പറിനോട് നിനക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് അങ്ങനൊന്നും ഇല്ല. നമുക്ക് ഉപദേശമൊന്നും ഇല്ല. ഇനി നമ്മള് ഡീസന്റ് ആയിട്ടുള്ള വള്ളികളൊക്കെ എടുക്കുക. അനാവശ്യമായിട്ട് വണ്ടി തട്ടി പിന്നെ അവൻ നോക്കി തിരിച്ച് വണ്ടിക്കകത്തിരുന്ന് ഡീസന്റ് ആയിട്ട് വള്ളി എടുക്കുക. ഇതിനു മുമ്പ് എങ്ങനെയാണ് സിറ്റുവേഷൻ പിടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പേ ഇല്ലില്ല, ഞാൻ വള്ളി എടുക്കാറില്ല. വള്ളി എടുക്കാറില്ല. ഇല്ല. അപ്പൊ ബാക്കിയുള്ളവരാ ഗ്യാങ്ങിലുള്ളവരാണോ വള്ളി എടുത്തോണ്ടിരുന്നത്? അതെ. അപ്പം അടി മാത്രമേ ഉള്ളു. ആ, അടിച്ചു കഴിഞ്ഞ് ഒന്നും കുണയത്തൊന്നുമില്ല, മിണ്ടത്തൊന്നുമില്ല. സംസാരിക്കുന്ന ആരാന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? അടുത്ത് കുണക്കും, ഇങ്ങോട്ട് കുണച്ചിട്ടുള്ള അടുത്ത്. അല്ലാത്തവരുടെ കുണയ്ക്കൂല. ഇല്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരുത്തം കുണച്ചു കഴിഞ്ഞാൽ നീര് കുണക്കത്തില്ല. ആ, അങ്ങനെ കൂടെ ഉള്ളടത്ത് കുണച്ചാ കുണക്കും. പിന്നെ ഇതല്ലേ ഞാൻ ചോദിച്ചതായിട്ട് കുണക്കൂല്ലേ? അല്ലേ, ഇങ്ങോട്ട് കുണക്കുകയാണെങ്കിൽ കുണക്കും, അല്ലാണ്ട് അങ്ങോട്ട് കയറി കുണക്കില്ല. എടാ ഞാൻ ചോദിച്ചേ, ഇങ്ങോട്ട് കുണയ്ക്കുമ്പോ അല്ലേ നമ്മൾ അങ്ങോട്ടും കുണച്ച് മാറാവുന്നത്. എടാ ഇവനെ ഇപ്പഴും ഗ്യാങ് ലിസ്റ്റ് ചെയ്ത് മാറ്റില്ല. ഇവൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി ഡ്രസ്സും മാറി വാറായിട്ട് വരും. ഒരു സംശയമില്ല. ഇനി ഈ കൊണ്ടുവന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്താ സംസാരി. പിന്നെ സുഖമൊക്കെയാണോ? ആ, സുഖം. പിന്നെ ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വള്ളിയൊക്കെ നമ്മൾ പിടിച്ചുതരും, അടിച്ചാൽ അവൻ ഇനിച്ചില് മാത്രമേ ഉള്ളൂ. പ്രീവാറില് പറഞ്ഞവരില്ല. ഇവൻ ഇനിച്ചില് കേറാറില്ല. ഞാൻ ഇടാറില്ല. ലൈനപ്പിലൊക്കെ ഇടാറില്ല അവനെ. ആദ്യത്തെ ഓരോ ഇനിച്ചില് വള്ളി പിടിച്ചു തരും. അപ്പൊ ഇനിഷ്യലി നിങ്ങളൊക്കെ പിടിച്ച് കയറിക്കോണം. പിന്നെ നീല ഒരു ഇതുണ്ട്. അതായത് ഇനിഷ്യലിൽ ഇവനെ അടിച്ചിട്ടിട്ട് നമ്മള് പറഞ്ഞു വിടും. അപ്പൊ പ്രീവാർ ജയിക്കുവാണെങ്കിൽ അവനെ വിളിക്കണം, കാരണം അവന് ഡയലോഗ് അടിക്കണം. അപ്പൊ പ്രീവാർ അങ്ങനെ ഒരു റൂള് നമ്മുടെ ഇവിടെ വിട്ടനായിട്ടുണ്ട്. കണ്ണാപ്പി അങ്ങനെ വിളിക്കണം. വിളിച്ചാൽ മാത്രമേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഡെസ്ട്രോയ്ക്ക് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഡെസ്ട്രോ പിന്നെ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ്ഡ് ആയി ഡെസ്ട്രോ. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവണം. നിന്നെ യൂസ് ചെയ്യും അല്ലെ? നമ്മള് നമ്മുടെ ഇനി ഒരു IGL ഉണ്ട്. IGL ഒന്ന് പറഞ്ഞേ ബ്ലാസ്റ്റ് പ്ലീസ്. ഇതിപ്പോ പേര് നിക്നെയിം അല്ല ഇതിപ്പോ നീല് നമ്മളിപ്പോ ഇപ്പൊ കൺഫ്യൂഷൻ ആവലടാ. ഇപ്പൊ വാറില്ലേ നമ്മള് നീലേ എന്ന് വിളിച്ചാ നീലൻ വിളിയേക്കൂല. ഇപ്പൊ ഞാൻ വിളിയേക്കില്ല. നമുക്ക് നീലേട്ടാന്ന് വിളിക്കേണ്ടി വരും. നീൽ മീറ്റ് മിസ്റ്റർ നീലൻ. ഇതാണ് നമ്മുടെ IGL. കറന്റ്ലി നമ്മുടെ IGL ആയിട്ട് നിൽക്കുന്നത് നീലനാണ്. പക്ഷെ നിനക്ക് വേറെ നിനക്ക് നീലിന്റെ കൂടെ എന്തെങ്കിലും ഒരു പേരിടണമല്ലോ. ബ്ലൂ നീൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് റേഡിയോ വാറിലോ അല്ല അങ്ങനെ വല്ല വിളിച്ചാൽ മതി കേട്ടാ. അത് കൺഫ്യൂഷൻ ആവണ്ട പേര്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പേരൊക്കെ ഉണ്ണിക്കുട്ടൻ. നീ ആ ചെറുക്കന്റെ പേരൂടെ കളയാനാ. അവന് ഈ സിറ്റിയിൽ ഒരു നല്ല പേരുണ്ട്, മനസ്സിലായേ? അവന്റെ ഉണ്ണിക്കുട്ടൻ. എത്ര വയസ്സുണ്ട്? 18 കൊച്ചു പയ്യനാണ്. നമ്മളൊക്കെ അണ്ണാന്ന് വിളിക്കേണ്ടില്ല. ഇവിടെ അങ്ങനെ ഇല്ലടാ. ഇവിടെ അങ്ങനെ പ്രായം നോക്കിട്ടല്ലേടാ ഇവിടെ അത് വിളിക്കുന്നത്. ഇവിടെ ഹൈറാർക്കി ഉണ്ട്. നീ അണ്ണാന്നൊന്നും വിളിക്കണമെന്നൊന്നും അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് ഈ പറയണത് പോലെ ഇവിടെ നിനക്ക് കുറച്ച് ദിവസം കളിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഹൈറാർക്കി ഇവിടെ ലീഡർ, കോ ലീഡർ അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും മെമ്പേഴ്സ് ഇവിടെ. അപ്പൊ ഞാൻ കിളവാതെ വിളിപ്പിക്കണ വിളിപ്പിക്കട്ടെ. അവിടെ ആടെ തമ്മിൽ ഓക്കെ. അപ്പൊ കേസ് അപ്പൊ അത്രേ ഉള്ളൂ. അവനെ നിങ്ങൾ പരിചയപ്പെട്ട് ഇതായിട്ട് കൊണ്ടു നടക്കാം. സെറ്റായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ഉറപ്പാണ്
ഒരാഴ്ച കഴിയുമ്പോൾ നീ വാ തുറക്കും, നിനക്ക് സംസാരമൊക്കെ ഇതിൽ കൂടുതൽ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. വിഷിംഗ് യു എ വണ്ടർഫുൾ ജേർണി വിത്ത് ടിവി. സെക്കൻഡ് അമ്പത്തൂരിന് 2 വാക്ക്. തിരിഞ്ഞു വെച്ചിട്ടാണ് 50 രൂപ മേടിക്കുന്നത്. എടാ ഒന്ന് മാറിക്കട കണ്ണാപ്പി ഒന്ന്. 52 വാക്ക് സംസാരിക്കാം. വെൽക്കം വെൽക്കം. താങ്ക് യു അമ്പത്തൂര് 2 വാക്ക് സംസാരിക്കാം. അമ്പത്തൂരോട് വിളിക്കാം. വാ ഒരു വെൽക്കം പോലും പറയണം. ബാക്കി എല്ലാവരും വെൽക്കം പറയുമ്പോ അവര് വെൽക്കം പോലും പറഞ്ഞില്ല. എന്തോ ഒരു പേടിയുണ്ട് അവന്റെ ഉള്ളിൽ. അവന്റെ സംസാരത്തിന് പേടിയുണ്ട്. ഹാപ്പി മെറ്റീരിയലാണ്. എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് ഇവര് ഹാപ്പി മെറ്റീരിയൽ ആവുക. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഫ്ലെക്സ് ഒക്കെ അപ്പാപ്പന്റെ ബർത്ത്ഡേ ഫ്ലെക്സ് ഒക്കെ കീറേണ്ടി. നമ്മള് നെഞ്ചത്ത് വാസമുണ്ട്, നെഞ്ച് തുറന്ന് അപ്പാപ്പന്റെ ഫോട്ടോ ഒക്കെ എല്ലാം കീറി കളഞ്ഞ് വണ്ടി CC-യിലാ എടുത്തത്. അണ്ണന്റെ പേര് അത് CC-ക്കാര് കൊണ്ടുപോയി. ഫ്ലെക്സ് ഒക്കെ കീറിയോ? ആ പട്ടിക വെച്ച് വേറെ ഫ്ലക്സ് അടിച്ചു. പിന്നെ ആ സ്ഥലം വേറൊരാൾക്ക് ഞാൻ മറച്ചു വെച്ചു. കാരണം കുറെ നാളായില്ല അവിടെ വേറെ ബർത്ത്ഡേ നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ പട്ടി കല്യാണം ബർത്ത്ഡേ എല്ലാം ഇപ്പൊ അവിടെ നടക്കുന്നത്. പിന്നെ വണ്ടി CC പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്. KVയൊക്കെ ഒരു 5 ദിവസം നോക്കിയിരുന്നായിരുന്നു അപ്പാപ്പന്റെ ബർത്ത്ഡേ. പിന്നെ ഒരു മാസം കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് പിന്നെ അതിലൂടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി. അല്ല സംഭവം ഈ സർപ്രൈസ് ഞാൻ പുള്ളിയുടെ അല്ല കൂട്ടത്തെ കയറ്റി ആടിയെ. പുള്ളി അത് പ്രതീക്ഷിച്ചിരിക്കും. ഒന്നും പറയാനില്ല. ഇതെന്താ അപ്പാപ്പന്റെ ബർത്ത്ഡേയുള്ള ചെലവ് എഴുതാണോ പുള്ളി? ഹേ ഹലോ ഹലോ. എന്താണ് എഴുതുന്നത്? എല്ലാവർക്കും എന്താ ഇഷ്ടം ഏത് ഇഷ്ടം. ഇവരാരെല്ലാം കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ കൊച്ച്? ഇല്ല എന്റെ ഇഷ്ടം ഫുഡ്. ആ ഓക്കെ ഓക്കെ.